ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പൂർണ്ണമായി ലഭ്യമായിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. ഈ പദ്ധതി നടത്തിപ്പ് സംബന്ധിച്ച ഈ പദ്ധതി ആരംഭിച്ചതിന് ശേഷം വന്ന വാർത്താ മാധ്യമങ്ങളിൽ, ദേശീയ തലങ്ങളിൽ തന്നെ വന്ന മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ പരിശോധിച്ചാൽ പലയിടത്തും ചിത്രമെടുപ്പിന് വേണ്ടിയുള്ള പരിപാടിയായി ഇത് ചുരുങ്ങിപ്പോകുന്നുണ്ട് എന്ന വിമർശനം വ്യാപകമായ രീതിയിൽ നമുക്ക് കാണാനും സാധിക്കും. അത്തരമൊരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചൊരു പദ്ധതിക്ക് BJP മുൻകൈയെടുത്ത് നടപ്പാക്കും, അല്ലെങ്കിൽ BJPയുടെ വലിയ പിന്തുണ ഉറപ്പായ ഒരു പദ്ധതിക്ക് ശശി തരൂരിനെ പോലെ വളരെ ജനപ്രിയനായ ഒരു MP-യുടെ പ്രചാരണം, സൗജന്യ പ്രചാരണം BJP ആസ്വദിക്കുന്നു. അത് ലഭിക്കുന്നതിൽ BJPക്ക് സന്തോഷമുണ്ട്. അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ ഈ രാഷ്ട്രീയം? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ പരാമർശിച്ച ഒരു കാര്യത്തിനും കൂടി മറുപടി പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പോൾ ഈ ശശി തരൂരിൻ്റെ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലാലി വിൻസെൻറ്റിന് മാത്രമാണ് ഈ സോഫ്റ്റ് ആയിട്ടുള്ള അഭിപ്രായമുള്ളത്. ഇന്നും TV ചർച്ചകളിൽ അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ മോശമായ രീതിയിലാണ് ശശി തരൂരിനെ വിമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ലാലി വിൻസെൻറ്റ് പറഞ്ഞത് ഇപ്പോൾ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും, കോൺഗ്രസിൻ്റെ അഭിപ്രായം ആണെങ്കിൽ അത് പറയേണ്ടതാണ്. രണ്ട്, ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പരിപാടി എല്ലാവരെയും കൂടി അങ്ങ് അറിയിച്ച് നടത്തണം എന്നുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ രാഷ്ട്രീയമേ ഇല്ല. അതേസമയം കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യം വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ വിഷ്വൽ മീഡിയയിലേക്ക് കണ്ടതാണ്, തിരുവനന്തപുരത്ത് തന്നെ ഒരു ഹൈവേയുടെ ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രി ഇരിക്കുന്ന യോഗത്തിൽ നിന്ന് MLA വാക്കൗട്ട് ചെയ്തു. കാര്യം പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ടില്ല എന്നുള്ള ഇതിൽ. അപ്പോൾ കോൺഗ്രസിൻ്റെ നയത്തിൻ്റെ അനുഭവത്തിലായിരിക്കും ലാലി വിൻസെൻ്റ് അത് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു രാഷ്ട്രീയമേ ഇല്ല. രണ്ട്, പിന്നെ ജേക്കബ് പത്രപ്രവർത്തകൻ പറഞ്ഞതുപോലെ ഇതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായിട്ട് ഈ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു പരിപാടി, ഒരു ആലോചന ഇല്ലാതെ നടപ്പിൽ വരുത്തിയതല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ നയപ്രഖ്യാപനം പാർലമെൻറ്റിൻ്റെ 2 സഭകളെയും കൂടി ചേർത്തുള്ള ജോയിൻറ്റ് മീറ്റിങ്ങിൽ പ്രസിഡന്റ് ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആഗസ്റ്റ് 15-ന് പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് ചെയ്ത പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. അന്ന് ആരും ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ല. കാരണം നമ്മുടെ പാരമ്പര്യം അതാണ്. നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിലെ പ്രഖ്യാപനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ സംബന്ധിച്ച് ആരും തിരിഞ്ഞു നോക്കാറില്ലല്ലോ. അങ്ങനെയല്ല. അത് കഴിഞ്ഞതിന് ശേഷം ഒക്ടോബർ 2 വന്നപ്പോൾ ആ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതാണ് നരേന്ദ്രമോദിയുടെ മിടുക്ക്. അല്ലാതെ കഴിഞ്ഞകാല അനുഭവങ്ങൾ വെച്ചിട്ട് ഇത് ഇനി നടക്കുമോ ഇല്ലേ എന്നുള്ള സംശയം തോന്നാം. പക്ഷെ അതല്ലല്ലോ ജൻധൻ പദ്ധതി. ആഗസ്റ്റ് 15 പ്രഖ്യാപിച്ച് 26-ന് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതേപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ഇച്ഛാശക്തി ഗവൺമെൻറ്റിനുണ്ട്, നരേന്ദ്രമോദിജിക്കുണ്ട്. നമുക്കറിയാം ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ ഒരു ഹോംവർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രഖ്യാപനമല്ല. 62,000 കോടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇനിഷ്യലാണ്. അതിൽ പദ്ധതി അർബൻ മേഖലയിൽ മാത്രമല്ല. എങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് 20 ലക്ഷം കൊടുക്കുമെന്ന് പറഞ്ഞത് എങ്ങനെ? അർബൻ മേഖലയിലാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾ അർബൻ്റെ ഭാഗമല്ലല്ലോ. അപ്പോൾ 20 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞത് ഗ്രാമപഞ്ചായത്തുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. അത് കഴിഞ്ഞ് മാത്രമല്ല 2015 ജാനുവരി 30-ന് ഇതിനെ സംബന്ധിച്ചൊരു ഓഡിറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് എന്താണ് ഇത്, ഏതുവരെ ഈ പദ്ധതി പോയിട്ടുണ്ട്? അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് 2016 ജാനുവരി 30-ന് ഇതിനെ സംബന്ധിച്ച് ഏതുവരെ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു സ്കീം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇപ്പം തന്നെ ഈ ജില്ലാ തലം വരെയുള്ള ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ച് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഈ സ്വച്ഛ ഭാരത പദ്ധതിയുമായി നടപ്പിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഓരോ ഇതിനെ സംബന്ധിച്ചൊരു സ്കീം പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ വിശദീകരിക്കുകയാണ്, അതിൽ ഇടപെടുന്നതിന് ക്ഷമിക്കുക. ഈ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ശ്രീ JR പത്മകുമാർ, ഇങ്ങനെ വിശദമായി പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനിരിക്കുന്ന ഒരു പദ്ധതി കേരളത്തിൽ അത് വലിയ തോതിൽ തുടങ്ങിയതായി ഇതുവരെ റിപ്പോർട്ടുകളില്ല. അങ്ങനെ ഇരിക്കെയാണ് ശശി തരൂർ മുൻകൈയെടുത്ത് ഈ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പദ്ധതി, അത് രാഷ്ട്രീയമേതായാലും രാഷ്ട്രം വൃത്തിയായാൽ മതി എന്ന പ്രഖ്യാപനത്തോടുകൂടി അതിനോട് സഹകരിക്കുന്നു. വികസന പദ്ധതികളുമായി സഹകരിക്കുന്ന, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികളുമായി സഹകരിക്കുന്ന കോൺഗ്രസിലെ ഒരു നേതാവായി അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നു. അദ്ദേഹത്തോട് രാഷ്ട്രീയമായി വരും കാലത്ത് യോജിക്കാൻ സാധ്യതയുണ്ടോ എന്നതാണ് കോൺഗ്രസിനകത്ത് തന്നെ ഉയരുന്ന ചോദ്യം, പൊതുവിലും ഉയരുന്ന ചോദ്യം അതാണ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ഈ സംസ്ഥാനങ്ങളിൽ പദ്ധതികൾ നടപ്പിൽ വരുത്തണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായം വേണം. ഇതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഡയറക്റ്റ് പൈസ കൊടുക്കാൻ കഴിയുന്ന പദ്ധതി എന്ന് പറയുമ്പോൾ നെഹ്റു യുവകേന്ദ്ര അങ്ങനെ പോലെയുള്ള ചെറിയ മേഖലകളിലേ ഉള്ളൂ. ബാക്കി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി നോഡൽ
ഏജൻസി എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ്. അവരാണ് നടത്തേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജൻധൻ പദ്ധതി, ആ ജൻധൻ പദ്ധതി വന്നപ്പോൾ അക്കൗണ്ട് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാനായിട്ട് തീരുമാനിച്ച സമയത്ത് കേരളത്തിലെ ഒട്ടുമിക്ക ബാങ്കുകളും അതുമായി ആ ബാങ്കുകളിലെ ചെന്നിട്ട ആളുകളെ നിരുത്സാഹപ്പെടുത്തി തിരിച്ചയക്കുന്ന ഒരു സമീപനം ഉണ്ടായി. അപ്പോൾ അത് കാര്യക്ഷമമായി നടപ്പിലാക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പദ്ധതിയാണ്, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന പദ്ധതിയാണ്, ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്നുള്ള നിലയിൽ ഭരണഘടന അനുസരിച്ചിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് നിഷ്കർഷിച്ചിട്ടുള്ള ആ അവകാശങ്ങളും അധികാരങ്ങളും ഉപയോഗിച്ച് ഈ പദ്ധതിയെ നടപ്പിൽ വരുത്തേണ്ടതും വിജയിപ്പിക്കേണ്ടതും ചുമതല സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. അതാണ് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ നേരത്തെ KJ ജോസഫ് പറഞ്ഞത് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇത് UPA ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. അതല്ല, 1999 ടോട്ടൽ സാനിറ്റേഷൻ പ്രോഗ്രാം എന്നുള്ള നിലയിൽ വാജ്പേയി ഗവൺമെന്റ് തുടങ്ങി വെച്ച പദ്ധതിയാണ്. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ അവർ വിസ്മരിച്ചു. അത് ഞങ്ങൾ വളരെ ഭംഗിയായി നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നു. ശ്രീ JR പത്മകുമാർ അത് അംഗീകരിക്കുന്നു. അതിനോട് അനുബന്ധിച്ച് എതിർപാളയത്തിൽ നിന്ന് ഈ പദ്ധതിക്ക് വേണ്ടി രംഗത്തിറങ്ങാൻ തയ്യാറായ MP അദ്ദേഹവുമായി രാഷ്ട്രീയമായൊരു യോജിപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നതാണ് ചോദ്യം. അതല്ല ഇവിടെ അതല്ല ഇവിടുത്തെ പ്രശ്നം. നേരത്തെ നമ്മുടെ മാധ്യമപ്രവർത്തകൻ KJ പറഞ്ഞതുപോലെ ഇവിടുത്തെ പ്രശ്നം ശശി തരൂരാണ്. ശശി തരൂർ ഇവിടെയുള്ള കോൺഗ്രസ്സുകാരെ മൈൻഡ് ചെയ്യുന്നില്ല. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറ്റിവിട്ടാൽ ഈ സീറ്റ് മോഹിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇത് ഈ രീതിയിലുള്ള ഇവർ തമ്മിലുള്ള ഒരു ബലാബലമാണ് ഈ പ്രശ്നം. ഇപ്പോൾ കേരളത്തിൽ അണികളില്ല. കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ KPCCയുടെ പരാതി ഇതൊക്കെ നിലനിൽക്കെ അങ്ങനെയല്ല. പറയൂ. അതായത് അദ്ദേഹം വളരെ തെറ്റിദ്ധരിച്ചാണ് പറയുന്നത്. ശ്രീ ശശി തരൂർ കോൺഗ്രസിന്റെ MP ആണ്. പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന്റെ MP ഈ പരിപാടിയുമായി സഹകരിച്ചു പോയതുകൊണ്ട് കോൺഗ്രസുകാരനല്ലാതെയാകുന്നില്ല. അദ്ദേഹം എവിടെ നിന്നാലും അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അദ്ദേഹത്തിന് പറയാമായിരുന്നു രാഷ്ട്രീയം ഏതാണെങ്കിലും രാഷ്ട്രം നന്നായി എന്നതിന് പകരം എന്റെ രാഷ്ട്രം നന്നാക്കാൻ കോൺഗ്രസുകാരുടെ പ്രതിനിധിയായി, ജനത്തിന്റെ പ്രതിനിധിയായി പാർലമെന്റിൽ ഇരിക്കുന്ന കോൺഗ്രസുകാരനായ ഞാനും എന്നെ കൊണ്ടാവുന്നത് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ കോൺഗ്രസുകാർ അഭിമാനത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തേനെ. രാഷ്ട്രം നന്നായാൽ മതി എന്ന് ഹോസ്റ്റൈലായി പറഞ്ഞു. വളരെ ശ്രീമതി ലാലി വിൻസെന്റ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണ് ഈ ചോദ്യം ഉയരുന്നത്. പറഞ്ഞതുകൊണ്ടാണ് കോൺഗ്രസുകാർക്ക് വേദന തോന്നിയത്. കോൺഗ്രസുകാർക്ക് അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഒരു സംശയമുണ്ടോ? ഞാൻ പറയുന്ന ഉത്തരം അല്ല, അദ്ദേഹം വളരെ ഹോസ്റ്റൈലായി ആൻസർ ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് വേദനയുണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് അദ്ദേഹം ഒരിക്കലും മറക്കരുത് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് നൽകിയ വിശ്വാസം, അദ്ദേഹത്തിന് കൊടുത്ത ഉത്തരവാദിത്വം, അദ്ദേഹത്തിന് ജനം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വിജയിപ്പിച്ച് കേന്ദ്രത്തിലേക്ക് വിട്ടത് മുതലായ കാര്യങ്ങളിൽ അദ്ദേഹമാണ് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. പാർട്ടി നൽകിയ വിശ്വാസവും പാർട്ടി നൽകിയ ഉത്തരവാദിത്വവും സംരക്ഷിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുന്ന MP ആണ്. പ്രതിപക്ഷത്തിരിക്കുന്ന MPമാരുടെ കൂട്ടായ്മയിൽ എടുക്കുന്ന ആലോചനയിലും തീരുമാനത്തിലും ഉറച്ചു നിന്നുകൊണ്ട് മാത്രമേ അദ്ദേഹം പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഇത്തരം കാര്യങ്ങളിൽ സ്വയം റിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ സ്വയം കറക്റ്റ് ചെയ്യുക എന്നുള്ള രീതി അദ്ദേഹം അവലംബിക്കേണ്ട ആവശ്യമുണ്ട്. കോൺഗ്രസുകാരനിൽ ആശങ്ക കൊടുക്കാൻ അദ്ദേഹത്തിന്റെ വാക്കുകളോ പ്രവൃത്തികളോ കാരണമാകരുത്. ശ്രീ JR പത്മകുമാർ, അങ്ങനെ ഒരു ആശങ്ക ചെറിയ തോതിലെങ്കിലും കോൺഗ്രസ് ക്യാമ്പിലുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ചില പ്രതികരണങ്ങൾ. അതുകൊണ്ടുകൂടിയാണ് ഈ ചോദ്യം ഉയരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയുടെ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികളുമായി വളരെ പെട്ടെന്ന് യോജിച്ചു പോകാൻ തയ്യാറാകുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ സംസ്ഥാനത്ത് BJP ഘടകം തയ്യാറാകുമോ എന്നത്. കോൺഗ്രസ്സുകാർക്ക് പറ്റിയ അബദ്ധം ശശി തരൂരിനെ മനസ്സിലാക്കിയതിലുള്ള പ്രശ്നമാണ്. 2004 വരെ ഈ സീറ്റ് കിട്ടി തിരുവനന്തപുരത്ത് വരുന്നത് വരെ അദ്ദേഹത്തിന് എന്താണ് കോൺഗ്രസ് പാരമ്പര്യം ഉണ്ടായിരുന്നത് അവരൊന്ന് ആലോചിച്ച് നോക്കണം. അർദ്ധരാത്രി മുതൽ അരനൂറ്റാണ്ട് വരെ എന്നുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. സോണിയാഗാന്ധിയെക്കുറിച്ചും കോൺഗ്രസ് നേതാവിനെ കുറിച്ചും നെഹ്റുവിനെ കുറിച്ചും ഒക്കെ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അതിൽ എഴുത്തെന്നുള്ള കാര്യം ലാലി വിൻസെന്റ് ഒന്ന് അവർക്കറിയാം.
അത് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഒന്ന് മനസ്സിലാക്കണം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെയുള്ള പ്രശ്നം, ഇപ്പോൾ ലാലി വിൻസെന്റ് പറഞ്ഞ പ്രശ്നങ്ങൾ കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. ശശി തരൂർ കോൺഗ്രസിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ചൊന്നും മറുപടി പറയേണ്ട ആവശ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വച്ഛ ഭാരത പദ്ധതി എന്നുള്ള നിലയിൽ വളരെ നല്ല രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി, അതിന് പൂർണ്ണമായും ജനങ്ങളെ പങ്കാളിത്തം ഉണ്ടാക്കുക. അതിൽ ശശി തരൂരിനും വരാം, AK ആന്റണിക്കും വരാം, ലാലി വിൻസെന്റിനും വരാം, എല്ലാവർക്കും വരാം. ഇന്ന് ശശി തരൂർ പറഞ്ഞൊരു വാചകം വളരെ പ്രസക്തമാണ് എന്ന് തോന്നുന്നു. ഒപ്പം JR പത്മകുമാർ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച ശശി തരൂരിന്റെ 2004 മുമ്പുള്ള രചനകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളെക്കുറിച്ച് JR പത്മകുമാർ ചൂണ്ടിക്കാണിച്ചതും രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം വൃത്തിയായാൽ മതി എന്ന് ശശി തരൂർ പറയുമ്പോൾ അത് കോൺഗ്രസ് ആശങ്കിക്കുന്ന വിധത്തിലുള്ള ഒരു സംശയത്തിന് അവിടെ പഴുത് നൽകുന്നുണ്ടോ? പത്മകുമാർ പറഞ്ഞാണ് കറക്റ്റായിട്ടുള്ള പോയിന്റ്. കാരണം ശശി തരൂർ എങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വന്ന് എത്തിപ്പെട്ടു എന്നുള്ളത് പോലും നമുക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹം അത്ര രൂക്ഷമായിട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീറ്റുകൾ, അതായത് റായ്ബറേലിയും അമേത്തിയും ഒക്കെ കോൺഗ്രസിൻ്റെ അടുത്ത ജനറേഷൻ വരുമ്പോഴത്തേക്കും, അതായത് ഗാന്ധി ഫാമിലി അടുത്ത ജനറേഷൻ വരുമ്പോഴത്തേക്കും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് വരെ പറഞ്ഞ ഒരാളായിരുന്നു ശശി തരൂർ. അതായത് സാധാരണഗതിയിൽ ഒരു എഡ്യൂക്കേറ്റഡ് ഇന്ത്യന് കോൺഗ്രസിൻ്റെ ഈ ഒരു ഡൈനാസ്റ്റിക് പൊളിറ്റിക്സിനോട്ടുണ്ടാകുന്ന എല്ലാ വെറുപ്പും അദ്ദേഹത്തിന് എല്ലാ എഴുത്തുകളിലും നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ശശി തരൂരാണ് പെട്ടെന്ന് വന്ന് കോൺഗ്രസ്സുകാരനാകുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ വന്ന് ശശി തരൂരിൻ്റെ കൂടുതലും മാന്തിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടം വിട്ടു പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ പത്മകുമാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ BJP എറിഞ്ഞു കൊടുത്ത ഒരു BJP ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ട്രാപ്പിൽ കോൺഗ്രസ്സുകാരും ശശി തരൂരും പരസ്പരം നിന്ന് മത്സരിക്കുകയും അതിനകത്ത് നിന്ന് ചാടിപ്പോവുകയും ചെയ്യുന്നത് കോൺഗ്രസിനായിരിക്കും അതിന് നഷ്ടം. BJP പത്മകുമാറിന് ഇരുന്ന് ചിരിക്കാവുന്ന യാതൊരു പ്രശ്നമില്ല. കാരണം ബഹളം നടക്കുന്നത് കോൺഗ്രസ്സുകാരും അവരുടെ MP യും തമ്മിലാണ്. ആ ഒരു പ്രശ്നത്തിലേക്ക് ശശി തരൂരിൻ്റെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്ന കോൺഗ്രസ്സുകാർ കുറച്ചുകൂടെ യുക്തിഭദ്രമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. ഇവിടെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് ഇത്തരം ഒരു കഥാപാത്രത്തെ മനസ്സിലാകാനുള്ള ട്രെയിനിങ് ഒന്നുമില്ല. അവർക്ക് KSU സിന്ദാബാദ് വിളിച്ച് വന്നു കൊണ്ടുവന്ന രാഷ്ട്രീയം മുമ്പോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പം അവരെക്കാളും മുമ്പിൽ നിൽക്കുന്ന കുറച്ച് ദൈക്ഷണികമായിട്ട് മുമ്പിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ പെരുമാറും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടാക്കാൻ ശശി തരൂരിനും നാഷണൽ മീഡിയയിലുള്ള ആക്സെപ്റ്റൻസ് മനസ്സിലാക്കാൻ ശ്രീമതി ലാലി വിൻസെന്റ് പറഞ്ഞ വളരെ കറക്റ്റാണ്. എന്തുകൊണ്ടാണ് ശശി തരൂരിനെ നരേന്ദ്രമോദി ക്ഷണിച്ചത്? അത് കൃത്യമായി അദ്ദേഹം സെലിബ്രിറ്റിയാണ്. നാഷണൽ മീഡിയയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ AK ആന്റണി ഒഴികെ നാഷണൽ മീഡിയയ്ക്ക് താല്പര്യമുള്ള ഒരേ ഒരു നേതാവ് ശശി തരൂരാണ്. അദ്ദേഹത്തെയാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം കോൺഗ്രസ്സുകാർ ഇവിടുന്ന് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും ജയിക്കാത്ത കോൺഗ്രസ്സുകാരെല്ലാം കൂടെ പത്രസമ്മേളനം വിളിച്ചും TV മീഡിയയിൽ വന്നിരുന്നു അദ്ദേഹത്തെ പുലഭ്യം പറഞ്ഞാൽ എന്താണ് വരാൻ പോകുന്നുള്ളതിനെക്കുറിച്ച് കോൺഗ്രസ്സുകാർക്ക് ധാരണ ഉണ്ടാകുന്നത് അവർക്ക് നല്ലതാണ്. ശ്രീമതി ലാലി വിൻസെന്റ്, അവസാനമായി വളരെ ചെറിയ മറുപടി പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസിൽ നിന്നൊരു അച്ചടക്ക നടപടി അത് ചോദിച്ചു വാങ്ങുന്നുണ്ടോ ശശി തരൂർ? അതിനുള്ള ശ്രമങ്ങളാണോ ഇത് നടക്കുന്നത്? അല്ല, അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം വളരെ ഔട്ട്സ്പോക്കൺ ആണ്. അദ്ദേഹം അങ്ങനെ അച്ചടക്ക നടപടിയൊന്നും ചോദിച്ചു വാങ്ങില്ല. കോൺഗ്രസിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹം പ്രവർത്തിക്കുകയുള്ളൂ. അദ്ദേഹത്തിനും കോൺഗ്രസ് പാർട്ടിക്കും തമ്മിൽ പരസ്പരമുള്ള ആശയവിനിമയത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ശോഷണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് പാച്ചപ്പ് ചെയ്യുക തന്നെ ചെയ്യും. ഞങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്നു. അദ്ദേഹം കോൺഗ്രസുകാരനാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ KJ ജേക്കബ്, JR പത്മകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.